സീറോ മലബാർ സഭയ്ക്കും പ്രത്യേകമായി ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്കും ദൈവം തന്ന വലിയ ഒരു അനുഗ്രഹമാണ് നമ്മുടെ പുതിയ കർദിനാൾ ജോർജ് കുവക്കാട് പിതാവ്. അദ്ദേഹത്തിൻ്റെ ഈ പുതിയ സ്ഥാനലബ്ധിയിൽ സഭ മുഴുവനും ആനന്ദിക്കുകയാണ്. നവംബർ മാസം 24-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ചങ്ങനാശ്ശേരി മെത്രാപ്പോലിത്തൻ പള്ളിയിൽ വെച്ച് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവിൻ്റെ കൈവെപ്പ് വഴി നമ്മുടെ നിയുക്ത കർദിനാൾ മെത്രാനായിട്ട് മാറുകയാണ്. വളരെ അപൂർവമായ ഒരു സന്ദർഭമാണിത്. സാധാരണ മെത്രാന്മാരാണല്ലോ കർദിനാളന്മാരാകുന്നത്. അതിനുശേഷം ഡിസംബർ 7-ാം തീയതിയാണ് അദ്ദേഹം റോമിൽ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വെച്ച് കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നത്. അത് കഴിഞ്ഞ് തിരികെ വരുമ്പോൾ ഡിസംബർ 21-ാം തീയതി നമ്മുടെ SB കോളേജ് കാവുകാട്ട് ഹാളിൽ വെച്ച് നമ്മൾ അദ്ദേഹത്തിന് അതിരൂപതയുടെ സ്വീകരണവും നൽകും. അഭിമന്യ ജോർജ് കുവക്കാട്ട് പിതാവ് മാമൂട് ഇടവകാംഗമായി മാമൂട് ഇടവകയിൽ ജനിച്ച് ചെത്തുപ്പുഴ ക്രിസ്തുജ്യോതി ഉൾപ്പെടെയുള്ള സ്കൂളുകളിൽ പഠിച്ച് സെൻറ്റ് ബർഗ്മൻസ് കോളേജിൽ SB കോളേജിൽ ഡിഗ്രി വരെ പഠിച്ച് ഒക്കെയാണ് അദ്ദേഹം മൈനർ സെമിനാരിയിൽ ചേരുന്നത്. മൈനർ സെമിനാരിയിലും മേജർ സെമിനാരിയിലുമെല്ലാം വളരെ സഫലമായ ഒരു വിദ്യാർത്ഥി ജീവിതം, പരിശീലന കാലഘട്ടം അദ്ദേഹം കഴിച്ചു. അതിനുശേഷം അദ്ദേഹം റോമിലേക്ക് പഠിക്കാനായിട്ട് പോയി, തിയോളജി പഠിക്കാനായിട്ട് പോയി. പിന്നീട് അവിടുത്തെ ഡിപ്ലോമാറ്റിക് കോളേജിൽ പഠനത്തിന് ചേർന്നു, ഡിപ്ലോമാറ്റിക് സർവീസിൽ പ്രവേശിച്ചു. പക്ഷേ എന്നും ജോർജ് കുവക്കാട്ടച്ചൻ ഒരു സാധാരണ വൈദികൻ്റെ മനസ്സോടെ നമ്മളെല്ലാം സഹായിക്കാനും അതുപോലെ നമ്മുടെ സഭയുടെ വിവിധങ്ങളായ ശുശ്രൂഷകളിൽ ജീവിതം മുഴുവനായിട്ട് സമർപ്പിക്കാനും അദ്ദേഹം എന്നും തയ്യാറായിരുന്നു. അദ്ദേഹം 100% ഒരു പുരോഹിതനാണ്, അതോടൊപ്പം 100% ഒരു നല്ല മനുഷ്യനുമാണ്. അതൊക്കെയാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ട എല്ലാവരെയും അദ്ദേഹത്തിലേക്ക് ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അപ്രകാരം ഉള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ നന്മയെ സാർവത്രിക സഭ അംഗീകരിക്കുകയാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ വിദേശ യാത്രകൾ ക്രമീകരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിലേറെ വളരെയേറെ ഉത്തരവാദിത്തമുള്ള അഭിമാനകരമായ ഒരു ശുശ്രൂഷയാണ്. അതാണ് അദ്ദേഹം കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് വളരെ സമർത്ഥമായിട്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ഇന്ത്യക്കാരനെ ആദ്യമായിട്ടാണ് ആ പദവിയിലേക്ക് വധിക്കാൻ നിയമിക്കുന്നത് തന്നെ. അങ്ങനെ ആ ശുശ്രൂഷ ചെയ്ത് പരിശുദ്ധ പിതാവും അതുപോലെ സഭാധികാരികളുമെല്ലാം അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ നന്മയും ദൈവത്തിൻ്റെ പ്രത്യേകമായ തിരഞ്ഞെടുപ്പുമെല്ലാം തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ കർദിനാൾ സംഘത്തിൻ്റെ അംഗമാക്കി മാറ്റിയിരിക്കുന്നു. സാർവത്രിക സഭയിൽ വ്യത്യസ്തങ്ങളായ രീതികളിൽ പ്രവർത്തിക്കാനുള്ള വലിയൊരു സാധ്യതയാണ് അദ്ദേഹത്തിന് മുമ്പിൽ തുറന്നു കിട്ടുക. അദ്ദേഹത്തെ ഏത് സവിശേഷമായ ദൗത്യമാണ് ഏൽപ്പിക്കുക എന്ന് നമുക്ക് ഇതുവരെയും വ്യക്തമായിട്ടില്ല. എങ്കിലും സാർവത്രിക സഭയ്ക്ക് മുഴുവൻ ശുശ്രൂഷ ചെയ്യാനുള്ള നേതൃസ്ഥാനത്തിരുന്നു കൊണ്ട് ശുശ്രൂഷ ചെയ്യാനുള്ള വലിയൊരു നിയോഗം നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് കുവക്കാട്ട് പിതാവിന് ലഭിച്ചിരിക്കുകയാണ്. നമ്മളെല്ലാവരും അദ്ദേഹത്തോടു കൂടി സന്തോഷിക്കുന്നു, അതിലേറെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാരണം നമ്മളെ അനുഗ്രഹങ്ങളാക്കുന്നത് ദൈവമാണല്ലോ. നമ്മൾ എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ ഓരോരുത്തരും അനുഗ്രഹമായും മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപയുണ്ടാവണം. അതുകൊണ്ട് കർത്താവിൻ്റെ കൃപ നമ്മുടെ ഈ പ്രിയപ്പെട്ട വൈദികനിൽ നമ്മുടെ ഈ പ്രിയപ്പെട്ട മെത്രാനിൽ ഉണ്ടാകാനായിട്ട് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരു കർദിനാളിനെ മെത്രാനാക്കുക എന്ന വളരെ അപൂർവമായ ഒരു ചടങ്ങാണ് അവിടെ നടക്കുക. ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു ചടങ്ങിന് കത്തീഡ്രൽ പള്ളി സാക്ഷ്യം വഹിക്കുകയാണ്. സാധാരണ മെത്രാന്മാരാണല്ലോ കർദിനാളന്മാരാകുന്നത്. ഇവിടെ ഇതാ ഒരു വൈദികൻ നേരിട്ട് കർദിനാളാകുമ്പോൾ ആദ്യം അദ്ദേഹത്തെ മെത്രാനാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മെത്രാൻ പട്ടം കൊടുക്കുകയാണ് അഭിമന്യ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ്. നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. 24-ാം തീയതി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് കത്തീഡ്രൽ പള്ളി അങ്കണത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപത കുടുംബത്തിൻ്റെ ഒരു വലിയ ഉത്തരവാദിത്തമാണ് നമ്മുടെ ഈ പ്രിയപ്പെട്ട മകൻ്റെ ഈ മെത്രാൻ പട്ടമെല്ലാം ഏറ്റവും ഭംഗിയായിട്ട് നടത്തുക എന്നുള്ളത്. അതിൽ നിങ്ങളെല്ലാവരും പ്രാർത്ഥനാപൂർവ്വം അതെല്ലാവരും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കും. നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും
സന്തോഷത്തോടെയും അഭിമാനത്തോടെയും കൃതജ്ഞതയോടെയും ഈ സന്ദർഭങ്ങളിൽ ഒരുമിച്ചുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.